പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ടിപ്ലർ പ്രാവ് പറക്കുന്നത് വേഗം കാണിക്കാനല്ല, സമയം തെളിയിക്കാനാണ്. മണിക്കൂറുകളോളം ഉയരത്തിൽ തന്നെ നിലകൊള്ളുക, തളരാതെ. അതൊരു കഴിവാണ്, നമ്മൾ ഓർക്കണം. ടിപ്ലർ പ്രാവ് പന്തയം ജയിക്കുന്നത് ഒരു ദിവസം കൊടുത്ത ഭക്ഷണം കൊണ്ടല്ല, ഒരു ദിവസം കൊടുത്ത പരിശീലനം കൊണ്ടല്ല, മാസങ്ങളോളം പാലിച്ച ശാസന കൊണ്ടാണ്. കൃത്യമായ ഭക്ഷണം, ചിട്ടയായ പറത്തൽ, ആവശ്യത്തിന് വിശ്രമം. ഈ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ടിപ്ലർ ഒരിക്കലും ചാമ്പ്യനാവില്ല. സുഹൃത്തുക്കളെ, ഭക്ഷണത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. വയറു നിറഞ്ഞ ടിപ്ലർ ആകാശത്ത് നിലനിൽക്കില്ല. ഓവർ ഫീഡിംഗ് ഇസ് ഈക്വൽ ടു ഫെയിലിയർ. ടിപ്ലറിന് വേണ്ടത് ഹെവി ബോഡിയല്ല, ലൈറ്റ് ബോഡിയാണ്. വിശപ്പ് സഹിച്ചും പറക്കാനുള്ള ആഗ്രഹവും ടിപ്ലറിന്റെ ശക്തിയാണ്. പരിശീലനം പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ടിപ്ലറിനെ കൂടുതൽ സമയം പറക്കാനാണ് പരിശീലിപ്പിക്കേണ്ടത്. പെട്ടെന്ന് സമയം കൂട്ടിയാൽ പ്രാവ് തളരും, മനസ്സ് തകരും. പക്ഷെ പതുക്കെ, ക്ഷമയോടെ സമയം കൂട്ടിയാൽ അവർ ആകാശത്തിന്റെ ഭാഗമാകും. അതുപോലെ തന്നെ അവർ കൂട്ടമായി പറക്കുമ്പോൾ ധൈര്യം കൂടും, ഉയരം സ്ഥിരമാകും. ഒരു നല്ല ലീഡർ പ്രാവ് കൂടെയുള്ള പ്രാവുകളെ ആകാശത്ത് പിടിച്ചു നിർത്തും. പിന്നെ വിശ്രമം. ഇത് പലരും മറക്കുന്ന കാര്യമാണ്. പറക്കൽ പോലെ തന്നെ വിശ്രമവും പരിശീലനമാണ്. ക്ഷീണിച്ച ടിപ്ലറിനെ പറത്തിയാൽ നമ്മൾ അതിന്റെ ആത്മാവിനെയാണ് തകർക്കുന്നത്. വേഗമല്ല വിജയം, സ്ഥിരതയാണ് വിജയം. ഒരു ദിവസത്തെ ആവേശമല്ല, ദിവസങ്ങളുടെയും മാസങ്ങളുടെയും ശ്രമമാണ് വിജയം. ലൈറ്റ് ബോഡി, സ്ട്രോങ് വിങ്സ്, ഡിസിപ്ലിൻഡ് മൈൻഡ്. ഇവ മൂന്നും ഒന്നിച്ചാൽ ആകാശം പോലും ടിപ്ലറിന് ചെറുതാകും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ.